കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2025 ജനുവരി 22 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി സ്ഥാനമേറ്റ ഡൊണാൾഡ് ട്രംപിന് ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും ആശംസകൾ നേർന്നു. ബഹ്റിനും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാലത്തെ ബന്ധം ട്രംപിന്റെ ഭരണകാലത്ത് കൂടുതൽ ശക്തമാകട്ടെ എന്നും അമേരിക്കൻ ജനതയെ കൂടുതൽ പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുവാൻ ട്രംപ് ഭരണകൂടത്തിന് സാധിക്കട്ടെ എന്നും ബഹ്റിൻ ഭരണാധികാരികൾ ആശംസിച്ചു. ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാവും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂളിന്റെ ഈസാടോൺ ക്യാമ്പസിലെ ജഷൻ മോൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്ലാറ്റിനം ജൂബിലി ലോഗോയുടെ അനാച്ഛാദനവും ഉദ്ഘാടന ചടങ്ങിൽ നടക്കും. മുൻ ചെയർമാൻ പ്രിൻസസ് നടരാജിന്റെയും മുഹമ്മദ് ഹുസൈൻ മാലമിന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഗൾഫിലുടനീളമുള്ള 75 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനായി ഈസാടോൺ ക്യാമ്പസിൽ ഒത്തുകൂടും. ആലേഖ് പെയിന്റിംഗ് മത്സരമായിരിക്കും ഒരു പ്രധാന ആകർഷണം. ചിത്രരചനാ മത്സരത്തിന് പുറമെ കലാപരവും സാഹിത്യപരവുമായ ആവിഷ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ശില്പശാലകളും മത്സരങ്ങളും സ്കൂൾ ഇതോടൊപ്പം സംഘടിപ്പിക്കും. സർഗാത്മക രചനാ മത്സരങ്ങൾ, പോസ്റ്റർ ഡിസൈൻ മത്സരങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പുതിയ പ്രവണതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി പ്രമുഖ അധ്യാപകരെയും വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് എന്നിവ ഇതിൽ ഉൾപ്പെടും. ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയുടെയും ലതാ ഭാസ്കറിന്റെയും മകൾ രഞ്ജിനിയും അഡ്വക്കേറ്റ് മധുസൂദനന്റെയും സിനി സോമനാഥിന്റെയും മകൻ കാർത്തിക്കും തമ്മിലുള്ള വിവാഹം തിരുവനന്തപുരം ഗിരിദീപം ഓഡിറ്റോറിയത്തിൽ നടന്നു. വിവാഹ ചടങ്ങിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിയമസഭാ സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാരായ K രാജൻ, GR അനിൽ, റോഷി അഗസ്റ്റിൻ, P പ്രസാദ്, KB ഗണേഷ് കുമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MP NK പ്രേമചന്ദ്രൻ, അടൂർ പ്രകാശ്, MLA-മാരായ കടകംപള്ളി സുരേന്ദ്രൻ, PC വിഷ്ണുനാഥ്, VK പ്രശാന്ത്, M വിൻസെന്റ്, സണ്ണി ജോസഫ്, പ്രമോദ് നാരായണൻ, അരുൺകുമാർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുൻമന്ത്രിമാരായ KC ജോസഫ്, പന്തളം സുധാകരൻ, ചലച്ചിത്ര താരങ്ങളായ മേനക, സുധീർ കരമന, മധുപാൽ, ശ്രേയ രമേശ്, സുരേഷ് കുമാർ, കാവാലം ശ്രീകുമാർ, ADGP ശ്രീജിത്ത്, ശ്രീലേഖ IPS, B സന്ധ്യ IPS, ശബരിനാഥ്, ജോസഫ് വാഴയ്ക്കൻ, ശിവഗിരി മഠം സെക്രട്ടറി സ്വാമി വിശാലാനന്ദ, TP ശ്രീനിവാസൻ, IFS മുൻ ചീഫ് സെക്രട്ടറി VP ജോയ്, ഡോക്ടർ MV പിള്ള, പാലോട് രവി, V മധുസൂദനൻ നായർ, പന്തളം ബാലൻ, മുൻ മന്ത്രി പന്തളം സുധാകരൻ, മുരുകൻ കാട്ടാക്കട, ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. ബഹ്റിനിൽ നിന്നുള്ള നിരവധി പേരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
ഓഡിയൻസ് ഫോറം വിന്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജനറൽ സെക്രട്ടറി രഞ്ജി സത്യൻ സ്വാഗതം പറഞ്ഞ ക്യാമ്പിൽ പ്രസിഡന്റ് രാധാകൃഷ്ണൻ AK അധ്യക്ഷത വഹിച്ചു. പ്രജീഷ് തിക്കോടി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന് അഫ്സൽ കളപ്പുരയിൽ, അഫ്സൽ NK, ജമീല അബ്ദുറഹ്മാൻ, ഹസൂറ അഫ്സൽ, ചന്ദ്രൻ C, സാജിദ്, ജിജി മുജീബ്, ഡോക്ടർ സമീറ, ജയേഷ്, നദീറ മുനീർ എന്നിവർ ആശംസകൾ നേർന്നു. ഷിനിത് രവീന്ദ്രൻ, ജിതേഷ്, ശ്രീജില, ബൈജു, ജസീർ അഹമ്മദ്, ഇബ്രാഹിം, ബൈജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സന്ദർശക വിസയിൽ ബഹ്റൈനിലെത്തിയ എറണാകുളം സ്വദേശിനി റിഫേൽ നിര്യാതയായി. പെരുമ്പാവൂർ വെങ്ങോലം സ്വദേശിനി സുമതി ശ്രീധരനാണ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് നിര്യാതയായത്. 67 വയസ്സായിരുന്നു പ്രായം. ബഹ്റൈനിലുള്ള മകളുടെയും ഭർത്താവിൻ്റെയും ഒപ്പം കഴിയാൻ സന്ദർശക വിസയിൽ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവർ ഇവിടെ എത്തിയത്. ഭർത്താവ് പരേതനായ ശ്രീധരൻ, മകൾ അമൃത ES, മരുമകൻ രാജേഷ് P രാജൻ. സംസ്കാര നടപടികൾ ബഹ്റൈനിൽ തന്നെ നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഷെയ്ഖ് ഈസ ബിൻ സൽമാൻ ഹൈവേയിൽ കാൽനടയാത്രക്കാർക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറി 2 മരണം, 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അഹമ്മദ് ടൗണിനടുത്ത് സെഹ്ലയ്ക്ക് സമീപമായിരുന്നു അപകടം. അഹമ്മദ് ടൗണിലേക്ക് പോകുകയായിരുന്ന ഏഷ്യൻ വംശജരായ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെന്നും മറ്റുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു.